ഹലോ മച്ചന്മാരെ, നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. കുറേ റിക്വസ്റ്റിന് ശേഷം നമ്മൾ അങ്ങനെ സമയത്ത് നമ്മൾ ഇന്ന് കൊണ്ട് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പുറത്ത് നിന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത് 1998 മോഡൽ യമഹ RX 135. The type of shit I'm on, you wouldn't understand. The type of skits I'm on, you wouldn't understand. Big dog business, I would not hold your hand. നമ്മുടെ 135 പറയുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇപ്പോൾ STBയിൽ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതൊഴിച്ച് പറഞ്ഞാൽ ബാക്കി വണ്ടി ഫുള്ള് കംപ്ലീറ്റ്ലി സ്ലോ കണ്ടീഷനാണ്. അത്യാവശ്യം നല്ല നീറ്റുള്ള വണ്ടിയാണ് കേട്ടോ. പുത്തൻ ടയർ ഇട്ടുണ്ട്, നല്ല ക്ലിയർ, നല്ല പുതിയ ഒരു മഡ്ഗാർഡ് ഇട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിക്ക് വണ്ടി എടുത്ത് പിന്നെയും കുറച്ച് പണിയിട്ടാണ് പുള്ളിക്കാരൻ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി യാതൊരു പണിയും ഈ വണ്ടിയിലില്ല കേട്ടോ. നിങ്ങളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ ടാങ്ക് ചെറിയൊരു പെയിൻ ഫെയ്ഡ് മാത്രമേ ഉള്ളൂ. ബാക്കി വെച്ച് നോക്കുമ്പോൾ വണ്ടി കാണാൻ അടിപൊളി ലുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ആ ഒരു ഹൈലൈറ്റ്, വണ്ടിയുടെ ഹൈലൈറ്റ് അറിയുന്നുണ്ടെന്ന് നോക്കിയോ. പിന്നെ നമുക്കത് എഞ്ചിൻ സ്പെക്ക് ഒന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. എവിടെ നോക്കിയാലും എഞ്ചിൻ സ്പെക്ക് പറയുന്നുണ്ട്, എത്ര ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വണ്ടി പരിചയപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു വെച്ചാൽ. നമ്മൾ ത്രോട്ടിലൊക്കെ വരുന്ന നമ്മൾ സ്റ്റോക്ക് ത്രോട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മറ്റേ ക്യുക്ക് ത്രോട്ടിലെ പോലെ കുറേ ആകുന്ന സമയത്ത് ടൈറ്റ് വരുന്ന പ്രശ്നമില്ല. എന്നാൽ കൂടെ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം, വേറെ ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. മീറ്റർ സെക്ഷൻ നോക്കുന്ന വെച്ചാൽ സ്റ്റോക്ക് മീറ്റർ തന്നെയാണ് കേട്ടോ. നമ്മുടെ RX 100 135 4 സ്പീഡിലൊക്കെ വരുന്ന അതേ മീറ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ റെഗുലർ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽ ബാറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മിറേഴ്സ്, അതേപോലെ നമ്മുടെ RX 100 കണ്ടുവന്ന അതേപോലത്തെ 135 5 സ്പീഡിൽ വന്ന അതല്ല 100 വന്ന പഴയ മോഡൽ സ്വിച്ച് അസംബ്ലിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ടാങ്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ബ്ലാക്ക് കളർ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടാങ്ക് വിത്ത് 5 സ്പീഡിൻ്റെ ഗ്രാഫിക്സ് കേട്ടോ. 5 സ്പീഡിൻ്റെ ഗ്രാഫിക്സ് ആണ്. പിന്നെ നമ്മുടെ 100 കണ്ട അതേ ഒരു സീറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാരിയർ നോർമൽ ലോങ് കാരിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എത്ര ക്ലിയറായി കാണുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായി നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ റാക്കോണിൻ്റെ ഒരു ടയർ ഇട്ടിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടയറായിട്ടിരിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടും. പക്ഷേ നമുക്ക് എത്ര സ്റ്റെബിലിറ്റി, ഹൈവേ സ്റ്റെബിലിറ്റി അറിയത്തില്ല. അത്യാവശ്യം നല്ല ഓഫ് റോഡ് നമ്മൾ ലോക്കലൊക്കെ ഓടുന്ന സമയത്ത് നല്ല ഗ്രിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒരു ഫോർക്ക് ബൂട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ റിമ്മൊക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അവൻ ഡെയിലി തുടയ്ക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയ്ക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്ലിയറുള്ള റിമ്മാണ്. അത് ഡസ്റ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള തുരുമ്പോ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലിയറായി വെച്ചിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ എക്സ്ട്രാ ആക്സറീസ് ഒന്നുമില്ല. നമ്മുടെ സാരി ഗാർഡ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. പിന്നെ റെഗുലർ ആയിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് സാധൊക്കെ സ്റ്റോക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്റ്റോക്ക് സസ്പെൻഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിൽ നമ്മുടെ മോട്ടോ ടയർ വിത്ത് 16 ഇഞ്ച് റിമ്മ്, പിന്നെ സ്റ്റോക്ക് സൈലൻസർ തന്നെയാണ്. നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാർബറേറ്റർ എന്ന് വെച്ചാൽ ഒറിജിനൽ 135ൻ്റെ മിക്കുനി കാർബ് തന്നെയാണ്. പ്ലസ് നമ്മളൊരു ബോർഡർ ഫിൽറ്ററും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാണാൻ നല്ല ലുക്കും, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പെട്രോൾ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വലിയ ഒരു ഫിൽറ്ററൊക്കെയാണ് ഏറ്റവും റെക്കമെൻഡ്. 135 ആണെങ്കിലും 100 ആണെങ്കിലും വലിയ ഫിൽറ്റർ വെച്ചാൽ അത്രയും നല്ലതുണ്ടോ. കാരണം വെച്ചാൽ നല്ലൊരു ഫ്യൂൽ ഫ്ലോ വരും. അതേപോലെ തന്നെ ചെറിയ ഫിൽറ്റർ ഇട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് നല്ലോണം കൈയൊക്കെ കൊടുത്തു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫ്യൂല് കിട്ടാത്തൊക്കെ പ്രശ്നം, ചെറിയൊരു അടപ്പ് വന്നത് കൂടെ പെട്ടെന്ന് ഒരു തിക്കും കൂട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് കുറച്ച് വലിയ ഫിൽറ്റർ വാങ്ങിയിട്ടോ. ഇത് വാങ്ങണമെന്ന് പറയുന്നില്ല, ഇച്ചിരി വലിയ ഫിൽറ്റർ എപ്പോഴും യൂസ് ചെയ്യുന്ന RX 135 ആണെങ്കിലും 100 ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ. കാരണം പിന്നെ നമ്മുടെ വണ്ടിയിൽ 212 പമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പമ്പ് വഴിയാണ് നമുക്കിപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് അത്യാവശ്യം ഒന്ന് ക്ഷമിക്കുകയോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ അത്ര ക്ലിയർ ആയില്ലെങ്കിൽ ക്ഷമിക്കൂ. സിലിണ്ടറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ E3 സിലിണ്ടറാണ് കേട്ടോ. 135ൻ്റെ E3 സീരീസ് വരുന്ന അത് സിലിണ്ടറാണ്. ഇത് നമ്മുടെ ആക്സിലറേറ്റർ കേബിൾ 212 പമ്പിനുള്ള കണക്ഷനാണ് വരുന്നത്. ഇതാണ് 212 പമ്പിൻ്റെ ഹോസ് ലൈൻസുകളാണ് നമ്മൾ കാർബറേറ്ററിൽ പോകുന്നതും. ഇത് വന്നിട്ട് ഇൻലെറ്റ് വരുന്ന ആ ഒരു ഓയിൽ സപ്ലൈ ആണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ കാണുന്നത്. പിന്നെ അങ്ങനെ അത്രയ്ക്കുള്ള വലിയ രീതിക്കുള്ള മോഡിഫിക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഫാമിലിനെയൊക്കെ കൊണ്ടുപോകാം. അത്യാവശ്യം ഹൈറ്റൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ SD റിമ്മിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു മോഡിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടുള്ള വണ്ടിയായിട്ട് നമുക്കിത് സുഖമായി ഉപയോഗിക്കാം. അത്യാവശ്യം ലീനിയറായിട്ടുള്ള ഒരുപാട് ടോപ്പായിട്ടുള്ള ഹൈറ്റൊന്നുമില്ല. അത്യാവശ്യം നല്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഡെയിലി ടു യൂസ് ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന ഒരു സീറ്റിങ്ങും അതേപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനുമാണ് നമ്മുടെ ഈ RX 135 വരുന്നത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വണ്ടി നല്ലോണം ചൂടുണ്ട്, കുഴപ്പമില്ല. എനിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്കിപ്പോൾ എൻ്റെ ഹൈറ്റ് ഒന്നും എനിക്ക് അറിയാൻ സ്പെസിഫിക്കായിട്ട് പറയാൻ അറിയത്തില്ല. എൻ്റെ ഹൈറ്റ് വെച്ച് എനിക്ക് നല്ലോണം കാലുകുത്താൻ പറ്റുന്നുണ്ട്. വലിയ ഒരുപാട് ടോളായിട്ടുള്ള ഒരു വണ്ടിയൊന്നുമല്ല ഇത്. കറക്റ്റ് ഒരു പാകത്തിനുള്ള വണ്ടിയാണ്. ഇത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്കും ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സോസിനോട് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നമുക്കതൊരു RX 135 ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഓടിച്ച് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് RX 135 ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. നല്ല പീസായിട്ടുള്ള ഒരു വഴിയാണ്, നല്ല മനോഹരമായിട്ട് വഴിയാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് ഓടിച്ച് നോക്കാറുണ്ട്. ഒരു പവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കൈ ടച്ച് വിടുമ്പോഴേക്കും അത്യാവശ്യം ചാടിപ്പുണ്ട് കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. നല്ല വണ്ടി ഇങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ടോ, സെക്കൻഡ് ഗിയറിലെ വണ്ടി കൈ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൈ കൊടുത്ത് ഞാൻ പറക്കാം. ഇവിടെ നമുക്കങ്ങനെ അക്രമം കാണിക്കാൻ പറ്റത്തില്ല. പുല്ലുണ്ട്, പിന്നെ റോഡ് അത്ര ഓക്കെ ഉള്ള റോഡല്ലല്ലോ. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് പോയിട്ട് റോഡിൽ പോയിട്ട് നമുക്ക് അക്രമം കാണിച്ചു തരാം. ഇതൊരു 1mm സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള പവറുണ്ട് കേട്ടോ ഇതിന്. അതേപോലെ തന്നെ ട്യൂണിങ്ങും ഈസിലി രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി ചുമ്മാ സാധാരണ രീതിയിൽ ആക്സിഡൻറ്റ് ഫസ്റ്റ് കയറുന്ന കൊടുക്കുമ്പോൾ തന്നെ വീതി അടിക്കും. അത്രയും പവറുണ്ട് ഈ വണ്ടിക്ക്. റോഡ് ഇത്തിരി മോശം കണ്ടീഷനാണ്, അതിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈസിലി നമുക്ക് എടുക്കാം നമുക്ക് വണ്ടിനെ. ഇപ്പോൾ ട്യൂണിങ് ചെറുതായിട്ട് പുറത്താണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ലാഗ് എന്ന് വെച്ചാൽ ആ ട്യൂണിങ് കറക്റ്റാകാത്ത ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ വണ്ടി പക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 135ൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോയിൽ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വന്ന് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് മെയിൻലി RXൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായി നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു കിടിലൻ വീഡിയോയുടെ വരുന്നവരെ സൈനിങ് ഔട്ട്.